ഹായ് ഡിയേഴ്സ്. ഈ ആരി വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മെറ്റീരിയൽ ഫ്രെയിമിൽ നിന്ന് മാറ്റുമ്പോൾ ഇതേപോലെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ കുറേ മെറ്റീരിയൽ ഉണ്ടാവാറുണ്ട്. ഈ ആരി വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, ഇത് സ്ഥിരം പ്രശ്നമാണ്. ഈ കട്ടി കുറഞ്ഞ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ എന്തായാലും ഇതേപോലെ ഡാമേജ് വന്നിരിക്കും. അപ്പം അത് മാറ്റാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റണേന്നുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മെറ്റീരിയൽ ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേയൊക്കെ ഡാമേജ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം ഞാൻ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇത് സാരിയുടെ വിത്ത് ബ്ലൗസ് ആണ്. കനം കുറഞ്ഞൊരു സിൽക്ക് കഴിഞ്ഞ മെറ്റീരിയലാണ്. അപ്പം ഇതെന്തായാലും ഫ്രെയിമിൽ ഇടുമ്പോൾ ഡാമേജ് വരും എന്നുള്ളത് ഉറപ്പാണ്. ഇതേപോലെ കട്ടി കുറഞ്ഞ തുണികളാണെങ്കിൽ ഡാമേജ് വരാനുള്ള ഇത് കൂടുതലാണ്. അപ്പം ഞാനിവിടെ റിംഗ് ഫ്രെയിം എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യം ഈ മാസ്കിൻ്റെ ഇപ്പോൾ അതുപോലെ തന്നെ ലൈനിങ്ങിൻ്റെ തുണിയാണെങ്കിൽ അത് ക്രോസ് പീസ് പോലെ കട്ട് ചെയ്തെടുത്ത തുണി നമുക്ക് നമ്മുടെ റിങ്ങിൽ നേരിയതായിട്ട് തിൻ ലെയറായിട്ട് ചുറ്റിക്കൊടുക്കാം. അപ്പം ഇതെങ്ങനെ ചുറ്റണേന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ മതി. ഇപ്പം ഞാൻ അതൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല. ഡയറക്റ്റ് തുണിക്ക് ഫ്രെയിം അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിൽ കാണുന്ന സ്ക്രൂ ഉണ്ടല്ലോ, അതൊരു പകുതി ഭാഗത്തോളം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മെറ്റീരിയൽ വലിച്ചു കൊടുക്കാം. വലിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ ഭാഗത്തുനിന്നും ഈക്വലായിട്ട് വലിക്കാൻ നോക്കുക. ഓവറായിട്ട് പ്രഷർ കൊടുക്കാണ്ട് എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് പയ്യെ വലിച്ച് ആ റൗണ്ട് ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മുടെ സ്ക്രൂ ഉണ്ടല്ലോ, അത് പിന്നെ മാക്സിമം ടൈറ്റ് ആക്കി വെച്ചതിന് ശേഷം ഒന്നും കൂടി ഈ തുണി ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോഴും എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് വലിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ആകുമ്പോൾ ഡാമേജ് വരുന്നത് കുറവായിരിക്കും. പിന്നെ നമുക്ക് ഡിസൈൻസ് ഓൾറെഡി നമ്മൾ വരച്ചിട്ടായിരിക്കുമല്ലോ ഫ്രെയിമിക്ക് ഈ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡിസൈൻസ് ചെരിഞ്ഞു പോവാതിരിക്കാനൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഈ ബ്ലൗസിൽ വളരെ സിമ്പിളായിട്ടൊരു ഡിസൈൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സ്ലീവിൽ സ്പ്രെഡിങ്സ് പോലെ ഈ ഒരു ഗോൾഡൻ കളർ ക്രിസ്റ്റൽ ബീഡ്സ് വെച്ച് സെൻറ്ററിൽ കൊടുത്തതിന് ശേഷം ആൻറ്റിക് കളർ ഷുഗർ ബീഡ് വെച്ച് റൗണ്ട് ചെയ്ത് കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ ഈ ഒരു ക്രിസ്റ്റലിൻ്റെ റെഡ് കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ചുറ്റും നമുക്ക് ഈ ഒരു ആൻറ്റിക് കളർ നമ്മുടെ ഷുഗർ ബീഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ 2-3 സ്പ്രെഡിങ്സ് വെച്ച് കൊടുത്താൽ ഈ ഒരു സ്ലീവ് കംപ്ലീറ്റ് ആയി. ചെറിയൊരു ഹാഫ് സ്ലീവാണ്. അതിലേറ്റവും സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഈ വർക്ക് ചെയ്തതിന് ശേഷം മെറ്റീരിയൽ ഡാമേജ് വരുമോ, എന്നിട്ട് അത് നമുക്കത് ഇങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് നോക്കാം. വർക്ക് കഴിഞ്ഞിട്ട് മെറ്റീരിയൽ അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡാമേജ് എവിടെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രെയിം മെറ്റീരിയൽ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യും. അപ്പോൾ ഈ ഫ്രെയിം എവിടെയാണ് കിടക്കുന്നത് ആ ഭാഗത്തായിട്ടായിരിക്കും ഡാമേജ് വരുന്നത്. ഈ 2 സ്ലീവിലും ചെറുതായിട്ട് ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, കണ്ട ആ ഭാഗത്ത് ഡാമേജ് വന്നിട്ടുണ്ട്. നമുക്കത് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ആ ഭാഗത്തുള്ള നൂലിൻ്റെ ഇഴകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരിപ്പുണ്ട്. അതാണ് ഈ ഡാമേജ് എന്ന് പറയുന്നത്. അപ്പം നമുക്കത് എളുപ്പത്തിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. ഇതിലിപ്പോൾ ചെറുതായിട്ട് ഡാമേജ് വന്നിട്ടുള്ളൂ. ഇപ്പോൾ പോളിക്കോട്ടൺ പോലത്തെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നല്ലപോലെ ഡാമേജ് വരും കേട്ടോ. ഇത് കണ്ടാൽ തന്നെ അറിയാം, ആ ഭാഗത്ത് നൂലിൻ്റെ ഇഴകളൊക്കെ ഇങ്ങനെ വലിഞ്ഞ് ഒരു സൈഡിലേക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഉള്ളിൽ ഈ ഗ്യാപ്പ് കാണുന്നത്. അപ്പം അത് ക്ലിയർ ആക്കാൻ ആയിട്ട് നമ്മുടെ ഈ ആരി നീഡിലുണ്ടല്ലോ, അതിൻ്റെ ടിപ്പ് വെച്ചിട്ട് ഏത് ഭാഗത്താണിപ്പോൾ നൂലിങ്ങനെ ചേർന്നിരിക്കുന്നത് ആ ഭാഗത്ത് നൂല് ഗ്യാപ്പുള്ള സ്ഥലത്തേക്ക് ഒന്ന് നീക്കി കൊടുക്കാം. അത് നമ്മൾ തിരിച്ചും മറിച്ചും ഒന്നിട്ട് പയ്യെ ഒന്ന് നീക്കി കൊടുത്താൽ തന്നെ അത് ക്ലിയർ ചെയ്ത് വന്നോളും. അപ്പോൾ ഈ ടുലിപ്പിൻ്റെ നീഡിൽ, ഈ ത്രെഡ് വർക്ക് ചെയ്യുന്ന നീഡിൽ, അതാവുമ്പോൾ അതിൻ്റെ നീഡിലിൻ്റെ ടിപ്പ് അത്യാവശ്യം ഷാർപ്പനായിരിക്കില്ല, കുറച്ച് കട്ടിയുള്ളതായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി കൊടുത്താൽ തന്നെ നമ്മുടെ ഈ ഡാമേജ് കറക്റ്റ് ആയിക്കോളും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ടുലിപ്പിൻ്റെ 14 നമ്പർ നീഡിലാണ്. സെറി വർക്കൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന നീഡിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതലായിട്ട് കട്ടിയിൽ നൂല് വന്നിരിക്കുന്ന ഭാഗത്ത് നിന്ന് നൂലില്ലാത്ത ഭാഗത്തേക്ക് നൂല് പയ്യെ ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ആ ഭാഗത്ത് നല്ല നീറ്റായിട്ട് വന്നോളും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ തന്നെ അവിടെ ഡാമേജ് ഉണ്ടായിരുന്നതെന്നേ തോന്നില്ല. അത്രയും നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യുക. കൂടുതൽ ഇട്ട് ഉരയ്ക്കാണ്ട് പയ്യെ ഒന്നാക്കി നോക്കാം. കൂടുതൽ ഫോഴ്സ് കൊടുത്താൽ കൂടുതൽ ഡാമേജ് കൂടുതലായി പോകും. അപ്പോൾ ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാം, അവിടുത്തെ ഡാമേജ് കുറഞ്ഞു പോയിട്ടുണ്ട്. കുറഞ്ഞ് അവിടെ അങ്ങനെ ഒരു നൂലിൻ്റെ ഇഴകൾ അകന്നതായിട്ട് നമുക്ക് തോന്നിയില്ല. ആ വിധത്തിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി ആ ഒരു ഭാഗത്ത് കുറച്ചും കൂടി ഉണ്ടെങ്കിൽ കൂടി അത് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ അടുത്ത സൈഡിലും ചെറുതായിട്ട് ഡാമേജ് വന്നിട്ടുണ്ട്. ഇതിൽ കൂടെ കാണാം, അടിയിലുള്ള വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതും ഇതേപോലെ തന്നെ നൂല് എവിടെയാണോ കട്ടിയായിട്ടിരിക്കുന്നത് ആ ഭാഗത്ത് നിന്ന് നൂലില്ലാത്ത ഭാഗത്തോട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക.
ഓപ്പോസിറ്റും ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്, ഡാമേജ് ഇല്ലാണ്ടായി പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവാനായിട്ട് ഞാൻ സാറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതിൽ ഇതേപോലെ നൂലിൻ്റെ വലിച്ചിൽ വന്നിട്ടുണ്ട്. ഇതിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഈ ആരി വർക്കിൻ്റെ ടുലിപ്പ് നീഡിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഈ അയൺ നീഡിലൊക്കെ ആകുമ്പോൾ അതിൻ്റെ ടിപ്പ് വളരെ ഷാർപ്പനായിരിക്കുള്ളൂ. അപ്പോൾ കൂടുതൽ ഇടയിലുള്ള നൂല് പൊട്ടിപ്പോവാനും കൂടുതൽ ഡാമേജ് ആവാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ടുലിപ്പിൻ്റെ നീഡിൽ എടുക്കുക, എന്നിട്ട് പയ്യെ പയ്യെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. വേഗത്തിൽ തന്നെ നമുക്ക് ആ ഭാഗം നീറ്റാക്കി എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. കുറേ പേര് ഡൗട്ടായിട്ട് കമൻറ്റിൽ ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ഡാമേജ് വന്നാൽ എന്ത് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡാമേജൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.